പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സഭാപ്രസംഗി 11 അധ്യായം 1 നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. എന്നിട്ട് 2 പറയുന്നുണ്ട്, ഒരു ഓഹരിയെ 7 8 വിഭാഗിച്ചു കൊള്ളുക, ഭൂമിയിൽ എന്തനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. പ്രിയ മക്കളെ, ദൈവവചനം പറയേണ്ടുന്ന സ്ഥലത്ത് പറയുവാൻ നാം ഒരുങ്ങണം. സാഹചര്യം നോക്കി നിൽക്കരുത്. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക. ഹല്ലേലൂയ. നീ ദൈവവചനം പറഞ്ഞു കേൾപ്പിക്കുക. നാം വിത്ത് വിതറിയാൽ അത് മുളച്ചു വരും. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം ചെയ്യുക. ഹല്ലേലൂയ. സമയം നോക്കിയിരുന്നാൽ നഷ്ടപ്പെട്ട സമയം നമുക്ക് തിരികെ ലഭിക്കുകയില്ല. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവവചനം പറഞ്ഞിട്ട് നാം പ്രയാസപ്പെടേണ്ട തക്ക സമയമാകുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. നാം ചെയ്ത നന്മ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും, നിശ്ചയമാണ്. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ കർത്താവ് എന്താ വാരി വിതറിയാണ് ഹല്ലേലൂയ കൊടുക്കുന്നത്. അതുകൊണ്ട് നാം ഒന്ന് വിതറിയാൽ മതി, ആ വിത്ത് മുളച്ചു വരും. പ്രിയ ദൈവമക്കളെ, ആവർത്തന പുസ്തകം 15 അധ്യായം 10 പറയുന്നുണ്ട്, കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവർത്തികളിലും സകല പ്രയത്നത്തിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നീ നിന്റെ പ്രവൃത്തി ചെയ്യുക, നീ വിത്ത് വിതറുക, ദൈവവചനം കേൾപ്പിക്കുക. ഹല്ലേലൂയ. മുളപ്പിക്കേണ്ടവൻ മുളപ്പിക്കും. ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ പറഞ്ഞു കേൾപ്പിക്കേണ്ടത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. പ്രിയ മക്കളെ, സുവിശേഷം അറിയിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ എഫെസ്യർക്കെഴുതിയ ലേഖനം നോക്കുമ്പോൾ കാണാം, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട്. ഹല്ലേലൂയ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ. ഹല്ലേലൂയ. ദൈവിക പരിജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രിയ മക്കളെ, ഹല്ലേലൂയ, ആ പരിജ്ഞാനത്തിൽ നമ്മൾ ആയിത്തീരണം. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, നമ്മൾ അറിഞ്ഞ വചനം, ഹല്ലേലൂയ, ജ്ഞാനത്തോടെ പ്രസ്താവിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം നമ്മൾ അറിഞ്ഞ് ഈ ദിവസങ്ങളിലായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ എന്താണ്, നമ്മുടെ സംസാരവും പ്രവൃത്തിയും ദൈവമഹത്വമായി തീരണം. സംസാരങ്ങൾ ഓരോന്നും, അതായത് ഓരോ വാക്കുകളും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്നലെ ഒരു ഹല്ലേലൂയ ചെറിയൊരു ക്ലിപ്പ് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. താക്കോൽ കൊണ്ട് നമുക്ക് പൂട്ടുവാനും തുറക്കുവാനും കഴിയും. അതുപോലെ തന്നെ നമ്മുടെ നാവെടുത്ത് ഒരാളെ ഹല്ലേലൂയ തളർത്തുവാനും വളർത്തുവാനും കഴിയും. പ്രിയ മക്കളെ, നമ്മൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ഓരോന്നും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. ഹല്ലേലൂയ. ജ്ഞാനത്തോട് കൂടി വേണം നാം സംസാരിക്കുവാൻ. എവിടെയും എന്തു പറയാം, ഹല്ലേലൂയ, എങ്ങനെ പറയാം എന്നുള്ളത് നാം ഹല്ലേലൂയ ഓർത്തെടുക്കണം. ഹല്ലേലൂയ. എവിടെയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ വാക്കുകൾ, ഹല്ലേലൂയ, നമ്മുടെ നാവ് ചലിപ്പിക്കുവാൻ ഇടയാകരുത്. പ്രിയ മക്കളെ, ദൈവകൃപയ്ക്കനുസരിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കുവാൻ. കേൾക്കുന്നവർക്ക് ഹല്ലേലൂയ ഉള്ളിൽ ദൈവിക സത്യം മനസ്സിലാക്കുവാൻ കാരണമായി തീരണം. നമ്മളിലൂടെ ആ സന്തോഷം, നാം അനുഭവിക്കുന്ന ആ ദൈവിക കൃപ മറ്റുള്ളവർക്ക് മനസ്സിലാകണം. പ്രിയ മക്കളെ, ജ്ഞാനികളായി തന്നെ നാം സൂക്ഷ്മതയോട് കൂടി വേണം നടക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ നടപ്പ് ശ്രദ്ധിക്കുന്നവർ ഇന്ന് അനേകരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളുടെ നടപ്പിലൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആരുടെയും കൂടെ എപ്പോഴും നാം നടക്കുവാനുള്ളവരല്ല. പ്രിയ മക്കളെ, നാം തന്നെ നമ്മുടെ നടപ്പ് ക്രമീകരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2 അധ്യായം നോക്കുമ്പോൾ 12 മുതലുള്ള വാക്യത്തിൽ ഹല്ലേലൂയ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല
ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഹല്ലേലൂയ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദിരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാഗ്വാദവും കൂടാതെ ചെയ്യുവിൻ. പ്രീതിമക്കളെ, ഹല്ലേലൂയ, വക്രതയും കോട്ടവുമുള്ള തലമുറകളുടെ ഹല്ലേലൂയ നടുവിൽ നമ്മളെ അനന്യരും പരമാർത്ഥികളുമായി ദൈവത്തിൻ്റെ മക്കളെന്ന് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കത്തക്കണം നാം ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രീതിമക്കളെ, ഇത് ദുഷ്കാലമാണ്. സമയം അതുകൊണ്ട് തക്കത്തിൽ ഉപയോഗിക്കണം. ഇപ്പോഴുള്ള സമയം നോക്കി നാം വൃഥാവാക്കി കളയരുത്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഈ ദിനങ്ങളിൽ എന്തെല്ലാമാണ്, ഹല്ലേലൂയ, എങ്ങനെയൊക്കെയാണ് ഓരോ ദേശങ്ങൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. പെണ്ണും പോലെ കർത്താവിൻ്റെ വചനം പറയാൻ കഴിയുന്നില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ, നമ്മൾക്ക് സമാധാനത്തോടായിരിക്കുന്നു എന്ന് വെച്ച് മറ്റുള്ളവരുടെ ഹല്ലേലൂയ സമാധാനമില്ലായ്മ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ദിവസങ്ങളിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എപ്പോഴും ഒരു ഒരുക്കം, അതായത് കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ കർത്താവ് വരാറായി. അതിൻ്റെ ലക്ഷണങ്ങൾ ഹല്ലേലൂയ പലയിടങ്ങളിൽ നാം കണ്ടും ഹല്ലേലൂയ കേട്ടും കൊണ്ടിരിക്കുമ്പോൾ പ്രീതിമക്കളെ, നാം നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കണം. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. ഹല്ലേലൂയ. നാം ദൈവവചനം പറയുക. നമ്മളാൽ ആവോളം ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുക. നാം അറിയുന്നില്ല ആരെ എവിടെയാണ് കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ഒരു വചനത്തിൻ്റെ ഒരു ഹല്ലേലൂയ ചെറിയ ഒരു ഹല്ലേലൂയ സെന്റൻസ് മനസ്സിലാക്കിയായിരിക്കും ഹല്ലേലൂയ യേശുവിൻ്റെ സ്നേഹം അവർക്ക് തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ ഇടയായത്. അവരുടെ വിഷയത്തിന്മേൽ ആ സമയത്ത് ആ വചനം കേട്ടപ്പോഴായിരിക്കും അവർക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടിയത്. പ്രീതിമക്കളെ, നമ്മൾ അപ്പൻ്റെ വചനം പറയുക, കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഇഷ്ടം പോലെ നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ എഫെസ്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഹല്ലേലൂയ ഇന്നതെന്ന് ഗ്രഹിച്ച് നടക്കണം. ഹല്ലേലൂയ. നമ്മൾ ബുദ്ധിഹീനരാകരുത് പ്രിയ മക്കളെ. ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരായി, ജ്ഞാനത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 12:2 പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിന് അനുരൂപമാകാതെ ഹല്ലേലൂയ നന്മയും പ്രസാദമുള്ള ജീവിതം നയിക്കണം. ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം പോകുവാനുള്ളവരല്ല. നമ്മൾ കർത്താവിൻ്റെ ഗീതം അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ലോക ഇച്ഛകളിൽ ഹല്ലേലൂയ കൊണ്ടുപോകത്തക്കവണ്ണം പല ഇമ്പങ്ങളും നമ്മുടെ കണ്ണിലും കാതിലും ഒക്കെ നമ്മൾ ഹല്ലേലൂയ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അതിനെല്ലാം നമ്മൾ അതിജീവിച്ചെങ്കിൽ മാത്രമേ ഈ ലോക ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. നിത്യമായ ഒരു ഭവനമുണ്ട് പ്രിയ മക്കളെ. അതിനുവേണ്ടി നോക്കി കാത്തിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ വചനം നാം പറയുമ്പോൾ മറ്റൊരു ദിവസമായിരിക്കും ഹല്ലേലൂയ നമ്മളിലൂടെ അനേകർ യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്നത്, കേൾക്കുവാൻ ഇടയാകുന്നത്. ദിവസങ്ങളിൽ നമ്മൾ അടങ്ങിയിരിക്കുവാനല്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുക. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വിട്ട് ആത്മാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായി ഈ ദിവസങ്ങളിൽ നമുക്കായിത്തീരാം. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം നമ്മൾ രൂപാന്തരപ്പെടുത്തി നമുക്ക് മുന്നേറാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ, നിങ്ങളാൽ ആവോളം കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിപ്പീൻ. ഒരു ഹല്ലേലൂയ ആൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാനാണോ കഴിയുന്നത്, ഒന്ന് സഹായിപ്പാനാണോ കഴിയുന്നത്, മതി. അതിലെല്ലാം പ്രതിഫലമുണ്ട്. ആവോളം പ്രവർത്തിക്കുക. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഹല്ലേലൂയ. പ്രതിഫലം യഹോവയുടെ പക്കൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വിശ്വാസത്തോട് മുന്നേറാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ആവോളം അവർക്ക് പ്രവർത്തിപ്പാനുള്ള കൃപ കൊടുക്കണമേ. അപ്പച്ചൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ അപ്പാ.
വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ പ്രാപിപ്പാൻ ഇടയാകണം കർത്താവേ. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.